ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗോൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഗോൾഡ് ഉണ്ട്. നമ്മളത് വാങ്ങിക്കുന്നത് ജ്വല്ലറികളിൽ നിന്നാണ്. പക്ഷേ എത്ര പേർക്കറിയാം അത് നമുക്കൊരു നഷ്ടമാണെന്ന്? അതായത് നിങ്ങൾ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ മേക്കിംഗ് ചാർജസ് ഉണ്ടാവും. ടിപ്പിക്കലി ഒരു 2% തൊട്ട് 25% വരെ പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗോൾഡിൻ്റെ വില അനുസരിച്ച് 80,000 രൂപയാണ് ഒരു പവന് വരുന്നത്. ഒരു 5 അല്ലെങ്കിൽ 10% മേക്കിംഗ് ചാർജസ് കൂട്ടിയാൽ തന്നെ നിങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വരുന്ന നഷ്ടം 8,000-ഓളം രൂപയാണ്. ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഉണ്ട്. അതിനാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നാൽ ഇലക്ട്രോണിക് ഫോം ഓഫ് ഗോൾഡ് ആണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഓഫ് ഗോൾഡ് ആണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. ഇത് നമ്മുടെ കൺവെൻഷണൽ ഗോൾഡ്, അതായത് നമ്മുടെ ജ്വല്ലറിനെ കാട്ടി എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു റീസൺ, പല റീസൺസ് ഉണ്ട്. നമുക്ക് ഓരോ റീസണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ഉള്ളൊരു ബെനിഫിറ്റ്, നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2.5% പലിശ തരും. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ടിന് മേൽ 2.5% പലിശ, ഗോൾഡിൻ്റെ അതേ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിന് മേൽ 2.5% പലിശയും കിട്ടും. നമ്മളെ കൺവെൻഷണൽ ഗോൾഡ് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അങ്ങനെ ഒരു പലിശ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്യൂരിറ്റി ഉറപ്പാക്കേണ്ട ആവശ്യം വരുന്നില്ല. 24 ക്യാരറ്റ് എന്നുള്ള ആ റേറ്റിലാണ് നമുക്ക് ഈ ഗോൾഡ് ലഭ്യമാകുന്നത്. അപ്പോൾ കൺവെൻഷണൽ ഗോൾഡ് അതിൻ്റെ പ്യൂരിറ്റി നമ്മൾ എപ്പോഴും നമുക്കൊരു ഭയമുണ്ടാവും. അതേസമയം മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഗോൾഡ് വീട്ടിൽ വെച്ച് കള്ളന്മാരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതേസമയം ഈ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് RBIയുടെ കീഴിൽ സെക്യൂർഡ് ആയിട്ട് സ്റ്റോർഡ് ആണ്, ഇലക്ട്രോണിക്കലി സ്റ്റോർഡ് ആണ്. അതുകൊണ്ട് നമുക്ക് തെഫ്റ്റ് എന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ നമ്മൾ ഈ ഗോൾഡ് ജ്വല്ലറി എന്ന ഫോർമാറ്റിൽ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ട് വിൽക്കുമ്പോൾ അതിനൊരു GST കൊടുക്കേണ്ടി വരും. എന്നാൽ സോവറിൻ ഗോൾഡ് വഴി വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ GST ഒഴിവാക്കാൻ പറ്റും. അതിന് നമ്മളൊരു 8 വർഷം ലോക്കിൻ പീരീഡ് എന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം വിൽക്കുന്നത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. ഇങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിന്. ഇനി നമുക്ക് ഇതെങ്ങനെ വാങ്ങിക്കാം എന്നുള്ളത് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വർഷത്തിൽ 4 തവണ വരെ ഇതിനുള്ള ഡേറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഈ സമയത്ത് ഒരു ഇൻഡിവിജ്വലിന് 1 ഗ്രാം തൊട്ട് 4 കിലോ വരെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത് വാങ്ങിക്കാൻ RBIയുടെ സൈറ്റിൽ നേരിട്ട് കയറാം. എന്നിട്ട് അതുവഴി അപ്ലൈ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ബാങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വഴി ഇത് വാങ്ങിക്കാവുന്നതാണ്. സ്വന്തമായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി ലോഗിൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് തരികയാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതിനു പുറമെ ഒരു വ്യക്തിക്ക് ഒരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് നമുക്കൊരു കൊളാറ്ററലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ പേരാണ് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അത് വെച്ചൊരു പ്രത്യേകം വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ അവർക്കും പാസ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.